രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ലെന്ന് വീണ്ടും ഇന്ത്യയുടെ മുന്നറിയിപ്പ്. രവി നദിയിൽ നിന്നുള്ള വെള്ളം പാകിസ്ഥാന് ലഭിക്കില്ല. പാകിസ്ഥാന്റെ കാർഷിക മേഖലയെ തകിടം മറിക്കാൻ ഇന്ത്യയുടെ നീക്കം. ഓപ്പറേഷൻ സിന്ദൂറിനേക്കാൾ പ്രഹരശേഷിയുള്ള യുദ്ധമുഖമാണ് ഇന്ത്യ തുറക്കുന്നത്. അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ച പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനം തുടരുന്ന പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കാൻ നീക്കം. ഓപ്പറേഷൻ സിന്ദൂർ പുതിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. പാകിസ്ഥാനിലേക്ക് ഒഴുക്കിവിടുന്ന ജലത്തിന്റെ അളവ് കുറയ്ക്കാനാണ് ഇന്ത്യയുടെ നീക്കം. ജമ്മു കാശ്മീർ മന്ത്രി ജാവേദ് അഹമ്മദ് റാണയാണ് ഈ വിവരം അറിയിച്ചത്. പാകിസ്ഥാനിലേക്ക് അധിക ജലം ഒഴുക്കുന്ന സാഹചര്യം നിർത്തണമെന്നും അതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും റാണ പറയുന്നു. വരൾച്ചാ മേഖലകളായ കത്വ, സാംബ ജില്ലകളിലേക്കായിരുന്നു വെള്ളം നൽകിയിരുന്നത്. സിന്ധു നദീജല ഉടമ്പടി തന്നെ മരവിപ്പിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ രവി നദിയിൽ നിന്നുള്ള വെള്ളവും ഇന്ത്യ തടഞ്ഞേക്കുമെന്നാണ് സൂചനകൾ. മാർച്ച് അവസാനത്തോടെ ഷാപൂർ കന്തി ബാരേജ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇന്ത്യക്ക് ആവശ്യത്തിനുള്ള സംഭരണശേഷി ലഭിക്കും. ഇതോടെ പാകിസ്ഥാനിലേക്ക് ഒഴുക്കിവിടുന്ന അധിക ജലം ഇന്ത്യ നിലനിർത്തും. പാകിസ്ഥാനിലെ കാർഷിക മേഖലയെ ഉൾപ്പെടെ മോശം രീതിയിൽ ഈ നടപടി ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ലാഹോർ, മുൾട്ടാൻ പോലുള്ള പ്രധാന നഗരങ്ങളിലെ കുടിവെള്ള ലഭ്യതയെയും ബാധിച്ചേക്കും. 1960 ഉടമ്പടി അനുസരിച്ച് സത്ലജ്, ബിയാസ്, രവി ഉൾപ്പെടുന്ന കിഴക്കൻ നദികളിലെ അവകാശം ഇന്ത്യക്കാണ്. സിന്ധു, ഝലം, ചെനാബ് എന്നീ നദികളിലെ ജലമാണ് പാകിസ്ഥാന് അവകാശപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സംഭരണശേഷിയുടെ അഭാവത്താലാണ് രവി നദിയിലെ വെള്ളം ഇതുവരെ ആ രാജ്യത്തിന് നൽകിയിരുന്നത്. 1979 ഷാപൂർ കന്തി പദ്ധതി രൂപകൽപ്പന ചെയ്തത്. 46 വർഷങ്ങൾക്ക് ശേഷമാണ് പദ്ധതി പ്രാവർത്തികമാകാൻ പോകുന്നത്. 1982 ഇന്ദിരാഗാന്ധി ശിലയിടൽ നടത്തിയെങ്കിലും പിന്നാലെ രാഷ്ട്രീയ തർക്കങ്ങളുടെ പേരിൽ പദ്ധതി നിലച്ചു. 2013 വീണ്ടും നിർമ്മാണം ആരംഭിച്ചെങ്കിലും 2014 പഞ്ചാബ് ജമ്മു കശ്മീർ തർക്കം മൂലം വീണ്ടും തടസ്സപ്പെട്ടു. 2018 കേന്ദ്രം ഈ പദ്ധതിക്കായി തുക വകയിരുത്തിയതോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചു. അതേസമയം ഇന്ത്യയുടെ നീക്കത്തിനെതിരെ ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ഹേഗിലെ മധ്യസ്ഥ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ലെന്നത് തന്നെയാണ് ഇന്ത്യൻ നിലപാട്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പഞ്ചാബിലെ 5000 ഹെക്ടറോളം കാർഷിക മേഖലയ്ക്ക് ഇത് ഗുണം ചെയ്യും. വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ലെന്ന് വ്യക്തമാക്കി നേരത്തെ സിന്ധു നദീജല വിതരണ കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയത് പാകിസ്ഥാന് കനത്ത അടിയായിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ത്യ ജമ്മു കശ്മീരിലെ ചെനാബ് നദിയിൽ വമ്പൻ ജലവൈദ്യുതി പദ്ധതി ആവിഷ്കരിച്ചത് പാകിസ്ഥാന് കൂടുതൽ ആഘാതവുമായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ തീരുമാനം. നേരത്തെ രവി നദിയിൽ നിന്ന് ഇന്ത്യയുടെ ആവശ്യം കഴിഞ്ഞുള്ള അധിക ജലം പാകിസ്ഥാനിലേക്ക് ഒഴുക്കിയിരുന്നു. സമ്പദ് വ്യവസ്ഥയുടെ മുന്തിയ പങ്കും കൃഷിയെ ആശ്രയിക്കുന്ന പാകിസ്ഥാന് ഇത് വലിയ ആശ്വാസവുമായിരുന്നു. 1960 ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ കരാർ പ്രകാരം സത്ലജ്, രവി തുടങ്ങിയ കിഴക്കൻ നദികളിലെ വെള്ളം പൂർണ്ണമായി ഉപയോഗിക്കാൻ ഇന്ത്യക്ക് കഴിയും. വെസ്റ്റേൺ നദികളായ സിന്ധു, ചെനാബ്, ഝലം എന്നിവയിലെ വെള്ളത്തിന് ഇതേ അധികാരം പാകിസ്ഥാനുമുണ്ട്. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ കരാറിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഭീകരർക്ക് സർവ്വ പിന്തുണയും നൽകുകയെന്ന നിലപാടിൽ നിന്ന് പാകിസ്ഥാൻ പൂർണ്ണമായും പിന്തിരിയും വരെ ഇനി ഒരു ബന്ധവും ഉണ്ടാകില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ചെനാബ് നദിയിലെ ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകണമെന്ന് ഇതിനിടെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇന്ത്യ തള്ളിയെന്നാണ് വിവരം. ചെനാബ്, രവി നദികളിലെ വെള്ളവും കൂടി ലഭിക്കാതാവുന്നത് പാകിസ്ഥാന് വൻ തിരിച്ചടിയാകും. ഇന്ത്യയുടെ നിബന്ധനകൾക്ക് വഴങ്ങേണ്ട സ്ഥിതിയിലേക്ക് പാകിസ്ഥാൻ എത്തിയേക്കും.